പല വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് കാലിക്കറ്റിൽ എക്സാം ഓൺ ഡിമാൻഡ് വരുമോ എന്ന്. ഇന്ത്യയിലെ പ്രമുഖമായ പല യൂണിവേഴ്സിറ്റികളിലും ഈവൻ ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിങ്ങിൽ A++ ഗ്രേഡുള്ള ഇഗ്നോയിൽ പോലും എക്സാം ഓൺ ഡിമാൻഡ് എന്ന പ്രൊവിഷൻ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. ഏത് പ്രൊവിഷൻ വരികയാണെങ്കിലും അതിന് അതിൻ്റെതായ നല്ലതും ചീത്തതുമായ കാര്യങ്ങളുണ്ട്. എക്സാം ഓൺ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അവിടെ പല കാര്യങ്ങളും നമ്മൾ ഷോക്കേസായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം കാണിക്കൽ പല പ്രൊസീജിയേഴ്സിൽ കൂടെ പോകുന്ന ഒരു പ്രോസസ്സാണ്. എന്നാലും അങ്ങനെയുള്ള ഓപ്ഷൻ ഉള്ളത് പല വിദ്യാർത്ഥികൾക്കും സഹായകമാണ്, ആശ്വാസകരവുമാണ്. മാറുന്ന വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്ന് പലപ്പോഴായി തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും കാലിക്കറ്റിൽ എക്സാം ഓൺ ഡിമാൻഡ് എത്തിയിട്ടില്ല, നിലവിലില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പല വിദ്യാർത്ഥികളും കോഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകില്ല എന്ന് തോന്നാറുമുണ്ട്. 2-3 വിഷയം മാത്രമേ പോയിട്ടുള്ളൂ, ലീവിന് വരുമ്പോൾ എഴുതിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് പരീക്ഷ വൈകുന്നു, ലീവ് എക്സ്റ്റൻഷൻ കിട്ടുന്നില്ല, ആയതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല, വീണ്ടും തോറ്റു കിടക്കുന്നു, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ പലതരത്തിലുള്ള പല പ്രശ്നങ്ങളും പല വിദ്യാർത്ഥികൾ നമ്മളെ കാണുമ്പോൾ പറയാറുണ്ട്. കേരളത്തിനടുത്തുള്ള പല സംസ്ഥാനങ്ങളിലും പരീക്ഷ കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ റിസൾട്ട് വന്ന് തോറ്റിട്ടുണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്റ് എക്സാം വന്ന് സെമസ്റ്റർ അവസാനിപ്പിക്കുന്ന പല പ്രക്രിയകളുമുണ്ട്. ഇപ്പോഴാണ് ഇവിടെ ബാർകോഡ് സിസ്റ്റം വന്നത്. അപ്പോൾ ഓരോ ഘട്ടമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമെന്ന് വിശ്വസിക്കുന്നു. കാത്തിരിക്കുക തന്നെ വേണം. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള മാറ്റുകൾ കേൾക്കാൻ സാധിക്കട്ടെ, പല വിദ്യാർത്ഥികൾക്കും ഒരു ഉപകാരമായി തീരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്നവർക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോൾഡിലാണ്, അത് നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.